ഈഗിൾ എന്ന പേരുള്ള ഒരു സ്ട്രീമർ, ഒരു ഗെയിമർ, അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുകയും അതിനെ തുടർന്ന് കിട്ടിയ ഞെട്ടിക്കുന്ന ചില രഹസ്യങ്ങളെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ സമൂഹത്തിൽ എക്സ്ട്രീംലി വൾഗറായിട്ട് ചിന്തിക്കുന്ന ഒരു വിഭാഗം ആളുകളെക്കുറിച്ച് അദ്ദേഹം തുറന്ന് കാണിച്ചപ്പോൾ പലർക്കും അത് ഡൈജസ്റ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ആ വീഡിയോ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നേരത്തേക്ക് നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് ഡിസ്റ്റർബ് ആവും. ഈ ടെലിഗ്രാം എന്ന് പറയുന്ന ആപ്പ് നമ്മളൊക്കെ യൂസ് ചെയ്യുന്നത് ഫിലിം ഡൗൺലോഡ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെയും വലിയവരുടെയും ഒക്കെ ഫോണിൽ ഈ ഒരു ആപ്പ് ഉണ്ട്. ഈ ഈഗിളിൻ്റെ അന്വേഷണത്തിൽ കണ്ട് അതിലൊരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ ഇതിനെ കാറ്റഗറൈസ് ചെയ്ത് 4 വിഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റ്, പൈസ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് വേണ്ട സെലിബ്രിറ്റിയുടേതോ അല്ലെങ്കിൽ ആരുടെയെങ്കിലോ ഫോട്ടോസ് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ 30ൽ കൂടുതൽ AI ഫോട്ടോസും വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കും. അത് വിൽക്കുന്നത് ഒരു 15കാരനാണ് എന്നതാണ് സത്യം. ഇനി സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ട്രിബ്യൂട്ട്. അതാണ് അവരുടെ കോഡ്. ഈ ട്രിബ്യൂട്ട് എന്ന് പറയുന്ന ഗ്രൂപ്പ്, അതിൽ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്നത് ഫോട്ടോ ഓപ്പൺ ചെയ്ത് വെച്ച് മാസ്റ്റർബേഷൻ ചെയ്തിട്ട് അതിൻ്റെ വീഡിയോ എടുത്തു തരും. ഇത് വാങ്ങിക്കാൻ 5000-ലധികം ആളുകൾ ആ ഗ്രൂപ്പിലുണ്ട്. അടുത്തത് ഗ്രൂപ്പിൻ്റെ പേര് അമ്മ. നമ്മുടെ അമ്മമാർ വീട്ടിൽ സേഫാണ്, അവർ കംഫർട്ടാണെന്ന് തോന്നുമ്പോൾ ചിലപ്പോൾ ഷോളും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യില്ല. അങ്ങനെയുള്ളവരുടെ ഫോട്ടോസ് അവർ അലക്കുന്നത്, മുറ്റം അടിക്കുന്നത്, ചായ കൊണ്ടുവരുന്നത്, ഇങ്ങനെയുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ ഓരോ സെക്കൻഡ് വെച്ച് അത്രയും ഫോട്ടോസും വീഡിയോസും ആ ഗ്രൂപ്പിൽ വരുന്നുണ്ട്. നിങ്ങൾ ചിന്തിക്കുക, ആരായിരിക്കും ഈ വീഡിയോയും ഫോട്ടോസൊക്കെ എടുക്കുന്നത്? ആ വീട്ടിലുള്ളവർ തന്നെയാണ്, ആ വീട്ടിലുള്ള ആൺകുട്ടിയാണ്. ഗ്രൂപ്പിൻ്റെ പേര് കാൻഡിഡ്. അത് നിങ്ങൾ വഴിയെ പോകുന്നത്, യാത്ര ചെയ്യുന്നത്, ട്രെയിനിലിരിക്കുന്നത്, ട്രെയിനിലൊക്കെ ഇരിക്കുമ്പോൾ മുകളിലത്തെ ബർത്തിൽ നിന്ന് എടുക്കുന്ന താഴേക്കുള്ള വീഡിയോസ് സെയിൽ ചെയ്യാണ് ആ ഗ്രൂപ്പിലൂടെ. ഇതൊക്കെ ആരാ ചെയ്യുന്നതെന്നറിയോ? 15, 16, 17 വയസ്സുള്ള കുട്ടികളാണ്. മക്കൾക്ക് വില കൂടിയ ഫോണ് വാങ്ങിച്ചു കൊടുക്കുന്നത് തെറ്റില്ല, ലാപ്പ് വാങ്ങിച്ചു കൊടുക്കുന്നതിനും തെറ്റില്ല. പക്ഷേ മക്കൾ അതിലെന്ത് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. ഈ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന കാര്യം മറന്നു പോകരുത്. നിങ്ങളുടെയൊക്കെ കുട്ടികളുടെ ഫോണിൽ അവരേതൊക്കെ ആപ്പ് യൂസ് ചെയ്യുന്നു, അവരെന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. സേഫല്ല ആരും, വീട്ടിൽ പോലും.